ഹലോ ഡിയർ സ്റ്റുഡൻസ്, എക്സൽ കോഴ്സിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് ഞാൻ നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് കണ്ടീഷണൽ ഫോർമാറ്റിങ്ങിനെ പറ്റിയാണ്. എക്സലിൽ കണ്ടീഷണൽ ഫോർമാറ്റിംഗ് എന്ന് പറയുന്ന ടൂൾ എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ, നമുക്ക് തന്നിട്ടുള്ള ഡാറ്റയുടെ പാറ്റേൺ അഥവാ ട്രെൻഡ് മനസ്സിലാക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നൊരു ടൂളാണെന്ത് കണ്ടീഷണൽ ഫോർമാറ്റിംഗ്. എക്സലിൽ നമുക്ക് തന്നിട്ടുള്ളൊരു ഡാറ്റയുടെ ഒരു നിശ്ചിത പാറ്റേൺ അല്ലെങ്കിൽ ട്രെൻഡ് മനസ്സിലാക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടൂളാണെന്ത് കണ്ടീഷണൽ ഫോർമാറ്റിംഗ്. സോ കണ്ടീഷണൽ ഫോർമാറ്റിംഗ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് എന്താണെന്ന് കൂടുതൽ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഹോം ടാബിൽ സ്റ്റൈൽസ് എന്ന് പറയുന്ന ഗ്രൂപ്പിലാണ് കണ്ടീഷണൽ ഫോർമാറ്റിംഗ് എന്ന് പറയുന്ന ടൂളുള്ളത്. ഓക്കെ, ദെൻ ഇവിടെ നോക്കിയാൽ നമുക്ക് ഒരു ഡാറ്റ സെറ്റ് കൊടുത്തിട്ടുണ്ട്. സെയിൽസ്മാൻ്റെ പേര് കൊടുത്തിട്ടുണ്ട്. സെയിൽസ് വാല്യൂ, അവർ നടത്തിയിരിക്കുന്ന സെയിൽസ് വാല്യൂ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു കണ്ടീഷണൽ ഫോർമാറ്റിംഗ് എനിക്ക് ഇവിടെ തന്നെ ഈ സെയിൽസ് വാല്യൂ എന്ന് പറയുന്ന ഈ കോളത്തിൽ തന്നെ സെയിൽസ് വാല്യൂവിൻ്റെ ട്രെൻഡ്, ഓരോ സെയിൽസ്മാനും നടത്തിയിരിക്കുന്ന സെയിൽസിൻ്റെ ട്രെൻഡ് മനസ്സിലാക്കാനായിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ സെയിൽസ് വാല്യൂ എന്ന് പറഞ്ഞ കോളം സെലക്ട് ചെയ്തിട്ട് കണ്ടീഷണൽ ഫോർമാറ്റിംഗ് എന്ന് പറയുന്ന ടാബിൽ ക്ലിക്ക് ചെയ്തിട്ട് ഡാറ്റ ബാർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. കണ്ടീഷണൽ ഫോർമാറ്റിങ്ങിൽ ഡാറ്റ ബാറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പലതരത്തിലുള്ള ഡാറ്റ ബാർ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു ഡാറ്റ ബാർ സെലക്ട് ചെയ്യുന്നു. ഇവിടെ നോക്കിയേ, ഡാറ്റ ബാർ കൊടുത്ത സമയത്ത് ഏറ്റവും കൂടുതൽ സെയിൽസ് നടന്നിട്ടുള്ള ജിതേഷ് അതുപോലെ തന്നെ ഫിലിപ്പ് എന്ന് പറയുന്ന രണ്ട് എംപ്ലോയീസിൻ്റെയും ഡാറ്റ ബാർ ഫില്ല് ചെയ്ത് കിടക്കുന്നുണ്ട് അല്ലേ. ഏറ്റവും കുറവ് സെയിൽസ് നടത്തിയിട്ടുള്ളത് ആരാ, സബരീഷാണ്. അപ്പോൾ സബരീഷിൻ്റെ ഡാറ്റ ബാർ ചെറുതായിട്ട് ഇവിടെ കിടക്കുന്നുണ്ട്. ഇങ്ങനെ നമുക്ക് കൊടുത്തിട്ടുള്ള ഡാറ്റേൻ്റെ ട്രെൻഡ് അഥവാ പാറ്റേൺ മനസ്സിലാക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടൂളാണെന്ത് കണ്ടീഷണൽ ഫോർമാറ്റിംഗ്. ഓക്കെ, ഇനിയിപ്പോൾ ഈ ഒരു ഡാറ്റ സെറ്റിൽ ടോപ്പ് 3 ഏറ്റവും 3 സെയിൽസ് നടത്തിയിട്ടുള്ള ടോപ്പ് 3 സെയിൽസ് നടത്തിയിട്ടുള്ള എംപ്ലോയീസിൻ്റെ ഡാറ്റ എനിക്ക് അവൈലബിൾ ആവണമെങ്കിൽ എനിക്ക് എന്ത് ചെയ്താൽ മതി. ഇപ്പോൾ ഇവിടെ ഞാനൊരു കണ്ടീഷണൽ ഫോർമാറ്റിംഗ് അപ്ലൈ ചെയ്തിട്ടുണ്ടല്ലേ, ഞാൻ എന്ത് ചെയ്യുന്നു, കണ്ടീഷണൽ ഫോർമാറ്റിംഗ്, ഈ ഒരു കണ്ടീഷണൽ ഫോർമാറ്റിംഗ് റിമൂവ് ചെയ്തിട്ട് വേണം അടുത്തൊരു കണ്ടീഷണൽ ഫോർമാറ്റിംഗ് ഇൻസേർട്ട് ചെയ്യാനായിട്ട്. ഇനി ഞാൻ കണ്ടെത്താൻ പോകുന്ന ട്രെൻഡ് എന്താണ്, ഈ ഒരു ഡാറ്റ സെറ്റിൽ ടോപ്പ് 3 സെയിൽസ് നടത്തിയിട്ടുള്ള എംപ്ലോയീസിൻ്റെ ലിസ്റ്റ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഈ ഒരു ഇപ്പോൾ നിലവിൽ അപ്ലൈ ചെയ്തിട്ടുള്ള കണ്ടീഷണൽ ഫോർമാറ്റിംഗ് ക്ലിയർ ചെയ്തിട്ട് വേണം പുതിയൊരു കണ്ടീഷണൽ ഫോർമാറ്റിംഗ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു കണ്ടീഷണൽ ഫോർമാറ്റിംഗ് ഞാൻ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡാറ്റ സെലക്ട് ചെയ്യുക, കണ്ടീഷണൽ ഫോർമാറ്റിംഗ് ക്ലിക്ക് ചെയ്യുക, ദെൻ ക്ലിയർ റൂൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിലെന്ത് ചെയ്യുക, ക്ലിയർ റൂൾസ് ഫ്രം സെലക്റ്റഡ് സെൽസിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എന്തായി, നമ്മൾ നേരത്തെ അപ്ലൈ ചെയ്ത കണ്ടീഷണൽ ഫോർമാറ്റിംഗ് റിമൂവ് ആയി. ഞാൻ ഈ ഡാറ്റ ഒന്നുകൂടെ സെലക്ട് ചെയ്യുന്നു, എന്നിട്ട് കണ്ടീഷണൽ ഫോർമാറ്റിംഗിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇതിൽ എന്ത് കൊടുത്തിട്ടുണ്ട്, ടോപ്പ് ബോട്ടം റൂൾസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കണ്ടീഷൻ ഫോർമാറ്റിംഗ് ഉണ്ട്. ഞാൻ ടോപ്പ് ബോട്ടം റൂൾസിൽ ടോപ്പ് 10 ഐറ്റംസിൽ അതിൽ ക്ലിക്ക് ചെയ്യുകയാണ്. എന്നിട്ട് ഇവിടെ 10 എന്ന് മാറ്റിയിട്ട് എന്ത് കൊടുത്തു, ഞാൻ 3 എന്ന് കൊടുത്തു. അപ്പോൾ ടോപ്പ് 3 ആയിട്ടുള്ള ഐറ്റം, ഈ ഒരു ഡാറ്റയിൽ ടോപ്പ് 3 ആയിട്ടുള്ള ഐറ്റം എനിക്ക് എന്ത് ചെയ്യണം, യെല്ലോ കളറിൽ എന്ത് ചെയ്യണം, വരണം. അപ്പോൾ ഫിൽ കളർ യെല്ലോ കളർ വരണം. അപ്പോൾ എന്ത് ചെയ്യുക, ടോപ്പ് ഇവിടെ 10 മാറ്റി 3 എന്ന് കൊടുക്കുക. എന്നിട്ട് ഇവിടെ കസ്റ്റം ചെയ്യാൻ പറ്റും, നമുക്ക് എങ്ങനെയാണ് വരേണ്ടതെന്ന് നമുക്ക് കസ്റ്റം ചെയ്യാൻ പറ്റും ടോപ്പ് 3 ഐറ്റം. ഞാൻ എന്ത് ചെയ്തു, കസ്റ്റം ഫോർമാറ്റിൽ ക്ലിക്ക് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു, ഇവിടെ ഫില്ല് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്, ഫില്ല്. അപ്പോൾ ഫില്ലിൽ ഞാൻ എന്ത് ചെയ്തു, യെല്ലോ സെലക്ട് ചെയ്തു. ദെൻ ഫോണ്ട് കളർ ഞാൻ എന്ത് ചെയ്തു, ബ്ലാക്ക് സെലക്ട് ചെയ്തു. ഇനി ഓക്കെ അടിച്ചു. അപ്പോൾ നോക്കി എന്താ സംഭവിച്ചത്, ഈ സെയിൽസ് വാല്യൂ എന്ന് പറയുന്ന ഈ ഒരു ഡാറ്റ സെറ്റിൽ ടോപ്പ് 3 സെയിൽസ് എന്ത് വന്നു, യെല്ലോ ഫില്ല് വന്നു. ഓക്കെ, ഇങ്ങനെ നമുക്ക് ഡാറ്റ ട്രെൻഡ് മനസ്സിലാക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടൂളാണിത് കണ്ടീഷണൽ ഫോർമാറ്റിംഗ്. ഓക്കെ, ഇനി പിന്നെ എനിക്ക് ഈ ഒരു ഡാറ്റ സെറ്റിൽ ഗ്രേറ്റർ ദാൻ 80,000 മുകളിലുള്ള ഡാറ്റ മാത്രം ഒരു പ്രത്യേകമായിട്ട് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കണമെങ്കിൽ എനിക്കതും ചെയ്യാൻ പറ്റും. അതെങ്ങനെ ചെയ്യുന്നത് നോക്കാം. ഇപ്പോൾ ഞാൻ എന്ത് ചെയ്തു, നിലവിൽ ഈ ഒരു ഡാറ്റ സെറ്റിൽ അപ്ലൈ ചെയ്തിട്ടുള്ള കണ്ടീഷണൽ ഫോർമാറ്റിംഗ് ക്ലിയർ ചെയ്യണം. ഡാറ്റ സെലക്ട് ചെയ്തു, കണ്ടീഷണൽ ഫോർമാറ്റിംഗ് ക്ലിക്ക് ചെയ്തു, ദെൻ ക്ലിയർ റൂൾ ക്ലിക്ക് ചെയ്യുക, ക്ലിയർ സെലക്റ്റഡ് ഫ്രം
സെലക്ടഡ് സെൽസ് ക്ലിക്ക് ചെയ്യുക. ഇനി എന്ത് ചെയ്യുക, പുതിയൊരു കണ്ടീഷണൽ ഫോർമാറ്റിംഗ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഡാറ്റ സെലക്ട് ചെയ്യുക, കണ്ടീഷണൽ ഫോർമാറ്റിംഗ് ക്ലിക്ക് ചെയ്യുക, ഹൈലൈറ്റ് സെൽസ് റൂൾസിൽ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഗ്രേറ്റർ ദാൻ കൊടുക്കുക. ഗ്രേറ്റർ ദാൻ 80,000 മുകളിലുള്ള സെല്ല് മാത്രമാണ് എനിക്ക് കാണിക്കേണ്ടതെങ്കിൽ അത് സെലക്ട് ചെയ്യുക. ദെൻ ഇവിടെ എങ്ങനെയൊക്കെയാണ് നമുക്കത് ഫോർമാറ്റ് ചെയ്യേണ്ടതെന്നുള്ള ഓപ്ഷൻസ് വരും. യെല്ലോ ഫില്ല് വിത്ത് ഡാർക്ക് യെല്ലോ ടെക്സ്റ്റ്, ഗ്രീൻ ഫില്ല് വിത്ത് ഡാർക്ക് ഗ്രീൻ ടെക്സ്റ്റ്, ലൈറ്റ് റെഡ് ഫില്ല് റെഡ് ടെക്സ്റ്റ്. ഞാൻ എന്ത് കൊടുക്കുന്നു, റെഡ് ടെക്സ്റ്റ് കൊടുക്കുന്നു. അപ്പോൾ റെഡ് ടെക്സ്റ്റ് കൊടുത്തിട്ട് ഓക്കെ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടോ, ഇതിൽ എന്ത് ചെയ്തു, ടോപ്പ് അല്ലെങ്കിൽ 80,000 മുകളിലുള്ള സെയിൽസ് മാത്രമല്ല ഡാറ്റ എന്ത് ചെയ്തു, എനിക്ക് റെഡ് കളറിൽ കാണിച്ചു തന്നു. ഓക്കെ, ഇനി ഈ ഒരു ഫോർമാറ്റിംഗ്, കണ്ടീഷൻ ഫോർമാറ്റിംഗ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത്, ഡാറ്റ സെലക്ട് ചെയ്യുക, കണ്ടീഷൻ ഫോർമാറ്റിംഗ് ക്ലിക്ക് ചെയ്യുക, ദെൻ ക്ലിയർ മാനേജ് കണ്ടീഷൻ ഫോർമാറ്റിങ്ങിൽ തന്നെ ക്ലിയർ റൂൾസ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിയർ റൂൾസ് ഫ്രം സെലക്റ്റഡ് സെൽസിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഞാൻ എന്ത് ചെയ്യുന്നു, വീണ്ടും ഡാറ്റ ബാർ തന്നെ ക്ലിക്ക് ചെയ്യുന്നു. ഞാൻ ഡാറ്റ സെലക്ട് ചെയ്തു, കണ്ടീഷൻ ഫോർമാറ്റിംഗ് ക്ലിക്ക് ചെയ്തു, ഡാറ്റ ബാറിൽ ക്ലിക്ക് ചെയ്തു. ഞാൻ എന്ത് ചെയ്തു, ഒരു ഡാറ്റ ബാർ എന്ത് ചെയ്തു, ഇവിടെ ഇൻസേർട്ട് ചെയ്തു. ഇനിയിപ്പോൾ സബരീഷ് എന്ന് പറയുന്ന എംപ്ലോയിയുടെ സെയിൽസ് വാല്യൂ ഞാനൊരു 1,80,000 ആക്കുകയാണെങ്കിൽ സബരീഷ് എന്ന് പറയുന്ന എംപ്ലോയിയുടെ ഡാറ്റ ബാറിൽ വരുന്ന ചേഞ്ച് ഒന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ. എൻട്രി കീ അടിച്ചാൽ നോക്കിയേ, സബരീഷ് എന്ന് പറയുന്ന ആളുടെ ഡാറ്റ ബാറാണ് ഇപ്പോൾ വലുതായത്. ബാക്കിയുള്ള എംപ്ലോയീസിൻ്റെയൊക്കെ ഡാറ്റ ബാർ എന്ത് ചെയ്തു, ഈ ഒരു ഡാറ്റയ്ക്ക് അനുസരിച്ച് 1,80,000 എന്ന് പറയുന്ന ഡാറ്റയ്ക്ക് അനുസരിച്ച് ചുരുങ്ങി. ഓക്കെ, അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നൊരു ടൂളാണിത് കണ്ടീഷണൽ ഫോർമാറ്റ്. ഓക്കെ, പലതരത്തിലുള്ള കണ്ടീഷൻസ് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അപ്ലൈ ചെയ്തിട്ട് കണ്ടീഷണൽ ഫോർമാറ്റിംഗ് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, മറ്റൊരു എക്സസൈസ് നോക്കാം. മറ്റൊരു എക്സസൈസിൽ എന്താ പറയുന്നത്, ലിസ്റ്റ് ഓഫ് ഡെപ്റ്റേഴ്സ് ആൻഡ് ദ എമൗണ്ട് ഡ്യൂ ഫ്രം ദം ആർ ഗിവൺ ബിലോ. താഴെ നമുക്ക് വ്യത്യസ്ത തരത്തിലുള്ള ഡെപ്റ്റേഴ്സിൻ്റെ പേരും അവരത്തു നിന്ന് കിട്ടാനുള്ള എമൗണ്ടും കൊടുത്തിട്ടുണ്ട്. അപ്ലൈ കണ്ടീഷണൽ ഫോർമാറ്റിംഗ് ടു ഹൈലൈറ്റ് ഡെപ്റ്റ്സ് മോർ ദാൻ 35,000 വിത്ത് എ റെഡ് കളർ. 35,000 മുകളിൽ നമുക്ക് പൈസ തരാനുള്ള എംപ്ലോയീസിൻ്റെ വാല്യൂ റെഡ് കളറിൽ പിന്നെ ഹൈലൈറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതിനെന്താ ചെയ്യേണ്ടത്, നമ്മൾ ഡാറ്റ സെലക്ട് ചെയ്യുക, കണ്ടീഷണൽ ഫോർമാറ്റിങ്ങിൽ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് എഴുതി കൊടുക്കുക 35,000 അല്ലേ. അപ്പോൾ നമ്മൾ ഹൈലൈറ്റ് സെലക്ടഡ് റൂൾസ് ക്ലിക്ക് ചെയ്യുക, അതിൽ ഗ്രേറ്റർ ദാൻ ക്ലിക്ക് ചെയ്യുക, ഗ്രേറ്റർ ദാൻ എത്ര കൊടുക്കുക, 35,000. എന്നിട്ട് എങ്ങനെയാണ് നമ്മളോട് അത് ഹൈലൈറ്റ് ചെയ്യാൻ പറഞ്ഞത്, 35,000 മുകളിലുള്ള എമൗണ്ട് റിസീവബിൾസ് എങ്ങനെയാണ് ഹൈലൈറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്, വിത്ത് റെഡ് കളറിലാണ് ഹൈലൈറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇവിടെ കസ്റ്റമിൽ ക്ലിക്ക് ചെയ്തിട്ട് കസ്റ്റം ഫോർമാറ്റിൽ ക്ലിക്ക് ചെയ്തു. എന്നിട്ട് ഫോണ്ട് കളർ, ഫിൽ കളർ ഞാൻ എന്ത് കൊടുത്തു, ബ്ലാക്ക് എന്ന് കൊടുത്തു, വൈറ്റ് എന്ന് കൊടുത്തു. ദെൻ ഫോണ്ട് കളർ ഞാൻ എന്ത് ചെയ്തു, ഇവിടെ കളറിൽ ക്ലിക്ക് ചെയ്തിട്ട് റെഡ് കളർ ചൂസ് ചെയ്തു. ദെൻ ഇനി എന്ത് ചെയ്തു, ഓക്കെ അടിച്ചു. അപ്പോൾ നോക്കിയേ, 35,000 മുകളിൽ മാത്രമുള്ള സെയിൽസ് എന്ത് ചെയ്തു, റെഡ് ടെക്സ്റ്റിൽ എനിക്ക് എന്ത് ചെയ്തു തന്നു, ഫില്ല് ചെയ്തു തന്നു. ഇപ്പോൾ കണ്ടീഷണൽ ഫോർമാറ്റിങ്ങിനെ പറ്റി ഏകദേശം ഒരു ധാരണ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് എക്സലിൽ കൊടുത്തിട്ടുള്ളൊരു ഡാറ്റേൻ്റെ പാറ്റേൺ അഥവാ ട്രെൻഡ് മനസ്സിലാക്കാനായിട്ട് നമ്മൾ എക്സൽ യൂസ് ചെയ്യുന്ന ടൂളാണിത് കണ്ടീഷണൽ ഫോർമാറ്റിംഗ്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ടുള്ള കണ്ടീഷണൽ ഫോർമാറ്റിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.